ശ്രീ ഹാഷിം അരിയിൽ, ഒരു ഭാഗത്ത് UDF-ൽ പല തരത്തിലുള്ള തർക്കങ്ങളും മന്ത്രിസ്ഥാനത്തെയും വകുപ്പുകളെ ചൊല്ലിയുമൊക്കെ നടക്കുന്നുണ്ട്. ഒരു പ്രതിപക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇതിനെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? അതോടൊപ്പം LDF-ഉം CPM-ഉം സമാന്തരമായി തന്നെ വിമർശനങ്ങളും നേരിടുന്നുണ്ട്. അതായത് പ്രതിപക്ഷ സ്ഥാനത്ത് വീണ്ടും പിണറായി വിജയൻ എത്തുമ്പോൾ ആ പാർട്ടിയുടെ ഏകാധിപത്യ സ്വഭാവം തന്നെയല്ലേ വീണ്ടും പ്രകടമാകുന്നത് എന്ന തരത്തിൽ. എങ്ങനെയാണ് താങ്കൾ രണ്ടിനെയും നോക്കിക്കാണുന്നത്? ആദ്യമായിട്ട് സഖാവ് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തതിലെ ചോദ്യമാണ് ഞാൻ ആദ്യം പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതില് സഖാവ് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി ഐക്യകണ്ഠ്യേന തെരഞ്ഞെടുത്താണ്. അതെങ്ങനെയാണ് ഏകാധിപത്യ സ്വഭാവമാകുക? സഖാവ് പിണറായിയെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ച റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല, പരാജയം ഉണ്ടായിട്ടുണ്ട്. ആ പരാജയത്തിന്റെ കാരണങ്ങളും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. അത് ചില പ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിൽ, ചില തെറ്റിദ്ധാരണ പരത്തലുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രചരണമാണ്. അത് ശരിയാണെന്ന് മനസ്സിലാക്കുന്ന രൂപത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളോളം, കഴിഞ്ഞ 4-ാം തീയതിക്ക് ശേഷം ഇതുവരെയുള്ള ദിവസങ്ങളിൽ കേരള ജനത കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയെ 100-ലധികം സീറ്റുകൾ നേടിയിട്ട് ജയിച്ച ഒരു പാർട്ടിക്ക് ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ദിവസങ്ങളോളം വേണ്ടി വന്നു. അതിനൊക്കെ പറയുന്ന ഒരു മറുപടി പ്രിയപ്പെട്ട നിയാസ് കൂടെ പറഞ്ഞു, അതൊക്കെ ഒരു ജനാധിപത്യ പാർട്ടിയിൽ ഒരുപാട് ചർച്ചകൾ, കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. പണ്ട് ശശി തരൂർ എഴുതിയ ഒരു ഫലിതം ഞാനിങ്ങനെ ഓർക്കാം. അദ്ദേഹം വലിയ രാഷ്ട്രങ്ങളുടെ ചർച്ചയെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് പറഞ്ഞു, ഇത് ആനയുടെ ഇണചേരൽ പോലെയാണ്, വലിയ ബഹളം ഉണ്ടാകും, ഉന്നതങ്ങളിലാണ് നടക്കുക, പക്ഷെ റിസൾട്ട് വരാൻ കുറെ കാലതാമസം എടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് ഓർമ്മയുണ്ട്. ഇവിടും ഹൈക്കമാൻഡിന്റെ ചർച്ച ഇങ്ങനെ നടക്കും, ബഹളങ്ങൾ നടക്കും, റിസൾട്ട് വരാൻ കുറെ താമസം എടുക്കും. ആ റിസൾട്ട് വന്നിട്ട് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതിന് ശേഷം ഇപ്പോഴ് ദിവസങ്ങളായി മന്ത്രിമാരാകുന്നതിനെ കുറിച്ച് ചർച്ച. ഈ ചർച്ചകൾക്ക് ഇത്രമാത്രം ബഹളങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? മറ്റ് സംസ്ഥാനങ്ങളിലും ഇതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അവിടെ പെട്ടെന്ന് മുഖ്യമന്ത്രിയെ കണ്ടെത്തിയിട്ടുണ്ട്, മന്ത്രിമാരെ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ ഏറ്റവും പുതിയ അടുത്ത കാലത്ത് രൂപവൽക്കരിച്ച ഒരു പാർട്ടിയുടെ ഒരു മുന്നേറ്റമുണ്ടായി തമിഴ്നാട്ടിൽ. അവർക്ക് പലർക്കും മുൻ പരിചയമില്ല. അവർ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുമോ മന്ത്രിസ്ഥാനത്തെത്തുമോ ഒന്നും പരിചയമൊന്നും ഇല്ലാത്ത തരത്തിൽ തന്നെ അത്ഭുതകരമായി ജനിച്ചു വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം അവിടെ തമിഴ്നാട്ടിൽ അധികാരത്തിലേക്ക് വന്നു. അവര് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തു, അവരുടെ മന്ത്രിമാരെ തീരുമാനിച്ചു. അവരുടെ ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ട് പോലും വളരെ സമർത്ഥമായിട്ട് അവരവരുടെ ഭൂരിപക്ഷം അവിടെ നിയമസഭയിൽ തെളിയിച്ചു. ഇതൊക്കെ തെളിയിച്ചുകൊണ്ട് ഒരു തൊട്ടടുത്ത സംസ്ഥാനത്ത് ഇതൊക്കെ നടക്കുമ്പോൾ അതിനേക്കാളൊക്കെ വലിയൊരു സംഭവമാണ് ഞങ്ങൾ പറയാ. എന്താണ് ഈ സംഭവം? തെരുവിലെ തല്ലാണോ സംഭവം? പോസ്റ്റർ വിപ്ലവമാണോ സംഭവം? ഇതൊക്കെ നടത്തിയവര് പറയാ, അച്ചടക്കത്തോടുകൂടെ ഒരു നേതാവിനെ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്ത പ്രതിപക്ഷത്തെ നോക്കിയിട്ട് പറയാ, നിങ്ങൾ ഏകാധിപതികളാണ്. ആരാണ് ഇവിടെ ഏകാധിപതികളായത്? ഏകാധിപതി ആരാന്ന് ചോദിക്കേണ്ടത് നിങ്ങൾ KC വേണുഗോപാലിനോട് ചോദിക്കുക. KC പറയും ആരാണ് ഏകാധിപതി എന്ന്. രമേശ് ചെന്നിത്തലയോട് ചോദിക്കുക, ആരാണ് ഏകാധിപതി എന്ന് അയാൾ പറയും. വീട്ടിന്റെ പിന്നാമ്പുറത്ത് കൂടെ ഒളിച്ചു പോയിട്ട് ആഭ്യന്തരമന്ത്രി സ്ഥാനം കിട്ടിയാൽ മുൻവശത്തോട് കടന്നു വരാൻ തയ്യാറായി നിൽക്കുന്ന ആളാണ് ഇവരൊക്കെയും. ഇവർക്ക് ഇവരുടെ മന്ത്രിമാരാരാണെന്ന് നിശ്ചയിച്ച് കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇന്ദിരാഗാന്ധിയുടെ പ്രഖ്യാപിക്കുമ്പോൾ ബസ് കയറിയിട്ട് KC വേണുഗോപാൽ എന്താ പറഞ്ഞത്? 15-ാം തീയതി മുതൽ നിങ്ങളങ്ങ് പോയിക്കോ, ഫ്രീ ആയിട്ട്, ബസ് ഫ്രീയാ. ഇപ്പം എന്താ പറയുന്നത്? ഞങ്ങൾക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റിയിട്ടില്ലല്ലോ അന്നത്തെ ദിവസം എന്നാണ് പറയുന്നത്. ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് തമ്മിൽ തല്ലുന്ന ഒരുപാട് ആളുകളുടെ കൂട്ടായ്മക്കാണ് UDF എന്ന് പറയാ. സാധാരണ കുട്ടികൾ പറയുന്നുണ്ട് ഇതൊരു ഉഡായിപ്പ് മുന്നണിയാണ്. ഈ ഉഡായിപ്പ് മുന്നണി ഇങ്ങനെ തട്ടിക്കൂട്ടിക്കൊണ്ടുവരുന്ന ഈ സംവിധാനത്തിന് എത്ര കാലമാണ് നമ്മുടെ സംസ്ഥാനത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുക? മുന്നോട്ട് പോകുന്നത് തട്ടിമുട്ടിയും പോകുന്ന ഈ മുന്നോട്ട് പോക്കിൽ നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ 10 വർഷം കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആ നേട്ടങ്ങൾ മുഴുവനും ഇല്ലായ്മ ചെയ്യാനുള്ള പ്രചരണം ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് എപ്പോഴും നിങ്ങൾ മിമിക്രിക്കാർ തമാശക്ക് ആന്റണിയെ അനുകരിക്കുമ്പോൾ അവർ ആദ്യം പറയുന്നവരുണ്ട്, നയാ പൈസ ഇല്ല, ഖജനാവിലും നയാ പൈസ ഇല്ല. ഇപ്പം വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയായിരുന്ന പഴയ പ്രതിപക്ഷ നേതാവ് അയാൾ എപ്പോഴും പറയല് പൂച്ചു പറ്റി കിടക്കുന്നത്. ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടാണ് വരുന്നത്. 4000 കോടി രൂപ ഖജനാവിൽ വെച്ചിട്ട് ഒഴിഞ്ഞുപോയ ഒരു ഗവൺമെന്റാണ് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നത്. അതിന്റെ നായകനാണ് സഖാവ് പിണറായി വിജയൻ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വെറും കണക്കല്ല, കണക്ക് പബ്ലിക് അക്കൗണ്ടിൽ രൂപപ്പെട്ടതാണ്, ബജറ്റ് രേഖയുള്ളതാണ്, നിയമസഭയിൽ രേഖകളുള്ളതാണ്. ഇതൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് അതൊക്കെ ബാക്കി വെച്ച് പോയിരിക്കുന്ന ഖജനാവിൽ അങ്ങനെയാണെങ്കിൽ മുണ്ട് മുറുക്കി ഉടുക്കാനും കേന്ദ്രം
വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്നു, പിടിമുറുക്കുന്നു എന്നൊക്കെ അന്ന് ബാലഗോപാൽ പറഞ്ഞതിന് ഒരു അർത്ഥവും ഉണ്ടായിരുന്നില്ല എന്നാണ് അല്ലേ? അങ്ങനെയൊന്നല്ല. കേന്ദ്രം പിടിമുറുക്കിയിട്ടും ബദൽ സംവിധാനം കൊണ്ടുകൊണ്ട് പിടിച്ചു നിന്നുള്ളതാണ് അത്ഭുതം. പിടിച്ചു നിന്നു. പണ്ട് ആന്റണി മുഖ്യമന്ത്രിയായ ഒരു കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്നാണ് കേരളത്തിൽ എസ്മ നടപ്പിലാക്കിയത്. എസ്മ എന്നതിന്റെ ആ 4 അക്ഷരം കൂട്ടിയിട്ട് അന്ന് ഇവിടുത്തെ ജനങ്ങൾ, കേരളക്കാര് പരിഹസിച്ച ഒരു പരിഹാസം ഉണ്ടായിരുന്നു. ആ പരിഹാസം അന്ന് സ്വന്തമായിട്ട് ജോലി ഉണ്ടായിരുന്ന ആന്റണിയുടെ ഭാര്യയെ ചൂണ്ടിയിട്ട് പറഞ്ഞ്, എലിസബത്തിന്റെ ശമ്പളം ആന്റണിക്ക് മതിയാകും എന്ന് പറഞ്ഞു. എസ്മയെ കളിയാക്കി മതി ആന്റണിക്ക് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഫുൾ ഫോം പറഞ്ഞ് കേരള ജനത പരിഹസിച്ച് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ ആന്റണിയാണ് ഇപ്പം സതീശനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നത് പാപ്പരായ സംസ്ഥാനമാണ്. പാപ്പരായ സംസ്ഥാനമാണെന്ന് പറയുന്നത്. എവിടെയാ പാപ്പരത്വം ഉള്ളത്? സാമ്പത്തിക വളർച്ച 1 ലക്ഷം കോടിയിലേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്നിട്ടാണ് ഈ വർത്തമാനം പറയുന്നത്. സാമ്പത്തിക വളർച്ച പിന്നോട്ടല്ലല്ലോ പോയത്. പിന്നെ എന്തുകൊണ്ട് ജനവികാരം തിരിച്ചായി? അങ്ങനെയാണെങ്കിൽ ഇത്രയൊക്കെ നേട്ടങ്ങളുണ്ട്, 4000 കോടി ഇപ്പോൾ ഖജനാവിൽ ഉണ്ടെങ്കിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കേണ്ടതല്ലേ? ജനങ്ങൾ എന്തൊരു പരാജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സമ്മാനിച്ചത് LDF സർക്കാരിന്? അവിടെയാണ് പറയുന്നത്, ഈ കള്ളപ്രചരണങ്ങളെ ഏറ്റെടുത്തു ജനത. ആ ജനതക്ക് ഇപ്പൊ അബദ്ധം മനസ്സിലായല്ലോ. ഇപ്പം BJP-യുടെ ഒക്കെ പ്രവർത്തകരാണ് കഴിഞ്ഞ 15-ാം തീയതി പേഴ്സിൽ പൈസയിലാണ്ട് ബസ് കയറിയത്. ഫ്രീ കിട്ടിയിട്ടില്ലല്ലോ. നമ്മൾ പറയുന്നത് ഇതൊന്നും കൊടുക്കാനുള്ളതല്ല, ഇതൊന്നും കൂട്ടാൻ വീട്ടിയ നേർച്ചയല്ല. ആരാണ് ശ്രീ ഹാഷിം അരിയിൽ കള്ളപ്രചരണം നടത്തിയത്? PR വർക്കുകളുടെ ബാഹുല്യം. ധനവകുപ്പ് കോടികളാണ് ഓരോ മാസവും അനുവദിക്കുന്നത്. എല്ലാ റോഡുകളിലും പൊതുനിരത്തുകളിലും ഒക്കെ ഇങ്ങനെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചല്ലോ. അപ്പോഴും എന്തുകൊണ്ട് ജനം അത് വിശ്വസിക്കാത്തത്? അത് ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. PR പബ്ലിക് റിലേഷൻസ് വകുപ്പ് അതാത് കാലത്തെ ഗവൺമെന്റുകൾക്ക് അതിനനുസരിച്ച ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അത് അതാത് കാലത്തിനനുസൃതമായിട്ടുള്ളതുണ്ട്. ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ നടക്കുന്നില്ലേ? ഞാൻ മുന്നേ ഒരിക്കൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 75,000 രൂപ മാത്രം ഒരു വീട്ടിന് അനുവദിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കണം. ആ 75,000 നിന്ന് പണം ഉണ്ടാക്കിയിട്ട് ഫോട്ടോ വെക്കണം എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അവിടെയുള്ള ഒരു സംസ്ഥാനത്ത് ആ ഗവൺമെന്റ് നടപ്പിലാക്കിയിരിക്കുന്ന നേട്ടങ്ങൾ ജനങ്ങളോട് പറയുമ്പോൾ അത് പറയാൻ പാടില്ലെന്നാണ് പറയേണ്ടത്. അത് പറയുന്നതിനെ തടയിടാനും അത് തെറ്റാണെന്ന് പ്രചരിപ്പിക്കാനുള്ള കള്ളപ്രചരണങ്ങളാണ് നാട്ടിൽ നടന്നത്. ഇവിടെ പിണറായി വിജയന്റെ ഒരൊറ്റ ഫോട്ടോ മാത്രമേ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ്.